ഡൈവർജൻസ് തിയറം ഓഫ് ഗോസ്. അപ്പം ഈ അങ്ങോട്ടുള്ള സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കതിലേക്ക് പോവാം. ഡൈവർജൻസ് തിയറം ഓഫ് ഗോസ്. തിയറം 1, ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ സർഫസ് ഇൻ്റഗ്രൽസ് ആൻഡ് വോളിയം ഇൻ്റഗ്രൽസ്. Let G be a solid whose surface sigma is oriented outward. ഓക്കെ, ജി എന്ന് പറയുന്നൊരു സോളിഡ് ഉണ്ട്, അതിൻ്റെ സർഫസാണ് സിഗ്മ, അതിൻ്റെ ഓറിയൻറ്റേഷൻ പുറത്തേക്കാണ്. ഇഫ് എഫ് ബാർ ഓഫ് എക്സ് വൈ സെഡ്, എങ്ങനെയാണ് ഈ ഔട്ട്വേർഡും ഇൻവേർഡും വരുന്ന എങ്ങനെയാണ് ഓറിയൻറ്റേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓറിയൻറ്റേഷൻ എന്നുള്ള സെക്ഷൻ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ഇഫ് എഫ് ബാർ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു കെ, വേർ എഫ്, ജി ആൻഡ് എച്ച് ഹാവ് continuous first partial derivatives on some open set containing G, and if n bar is the outward unit normal on sigma, then double integral over sigma f bar dot ds equal to triple integral over G div f dv. Okay, G എന്ന് പറയുന്നൊരു സോളിഡ്, എൻ്റെ സർഫസ് സിഗ്മ, ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ ആണ്. എഫ് ബാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫും ജി എച്ചും കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ളതാണ്. എവിടെയാണ് ജി എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിലുണ്ട്. ആൻഡ് ഇഫ് എൻ ബാർ ഇസ് ദി ഔട്ട്വേർഡ് യൂണിറ്റ് നോർമലാണ് ഓൺ സിഗ്മ, അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ സർഫസ് ഇൻ്റഗ്രലാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രലാണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈവ് എഫ് ഡി വി. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡൈവർജൻസ് തിയറത്തിലൂടെ കിട്ടുന്നത്. ഇവാലുവേറ്റ്, ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ഇനി അങ്ങോട്ടുള്ള സെക്ഷൻസ്. ഇത് മുതൽ ഇപ്പോൾ ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ 7xi മൈനസ് ഇസഡ് ഡോട്ട് എൻ ഡി എസ് ഓവർ ദി സ്ഫിയർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇക്വൽ ടു 4. ഓക്കെ, നമുക്ക് ഈ ഡബിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഡൈവ് എഫ് കണ്ടുപിടിക്കുക. ഡൈവ് എഫ് ഈസ് ഈക്വൽ ടു ഡൈവ് ഓഫ് 7xi മൈനസ് ഇസഡ് കെ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് 7xi മൈനസ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 0 പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് മൈനസ് ഇസഡ് ഈക്വൽ ടു, ഡൈവ് എഫ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് 7 പ്ലസ് 0 മൈനസ് 1 എന്ന് കിട്ടും. 7 മൈനസ് 1 ഈക്വൽ ടു 6. Hence, double integral over sigma 7xi minus zk dot n bar ds equal to triple integral over g div f dv equal to triple integral over g div f 6 dv equal to 6 into triple integral over g dv equal to 6 into triple integral over g dv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിയുടെ വോളിയം ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ സോളിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ഫിയറാണ്, സ്ഫിയറിൻ്റെ റേഡിയസ് 2 ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. സിൻസ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ ഈസ് 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 64 പൈ ഈക്വൽ ടു, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ഏതാണ് ഇതിനകത്തിൽ ക്യാൻസൽ, 3യും 6 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതാണ് 64 പൈ എന്ന് ആൻസർ കിട്ടും. ഫ്ലക്സ് ഇൻ്റഗ്രൽ. In the integral double integral over sigma f bar dot n ds, the integrand is a scalar. കാരണം എന്താ, എഫ് ഡോട്ട് എൻ എന്ന് പറഞ്ഞ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്താണ്, സ്കെയിലാർ ആണ്, നോട്ട് എ വെക്ടർ, ബിക്കോസ് വി ടേക്ക് ഡോട്ട് പ്രോഡക്റ്റ്. ഇൻഡീഡ് എഫ് ഡോട്ട് എൻ ഈസ് ദി നോർമൽ കമ്പോണൻറ്റ് ഓഫ് എഫ് ബാർ. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു വെക്ടർ ഉണ്ട്, നമുക്ക് ഒരു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. നമ്മളതിനെ ഐ കൊണ്ട് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ജെയുമായിട്ടും കെയുമായിട്ടും ഐക്ക് ഡോട്ട് എടുക്കുമ്പോൾ 0 കിട്ടുന്നത് കൊണ്ട് ഐയുടെ കമ്പോണൻറ്റ് മാത്രം അവശേഷിക്കും, ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്നൊരു നോർമൽ വെക്ടറാണ്, അതുമായിട്ട് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ബാറിൻ്റെ നോർമൽ കമ്പോണൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദിസ് ഇൻ്റഗ്രൽ അറൈസസ് നാച്ചുറലി ഇൻ ഫ്ലോ പ്രോബ്ലംസ് where it gives a flux across sigma when f bar equal to rho v, in which rho is the density of the fluid and v is the velocity vector of the flow. We may thus call the surface integral to the flux integral. Okay, അപ്പോൾ ഇതിനെ നമ്മൾ ഫ്ലക്സ് ഇൻ്റഗ്രൽ എന്നാണ് വിളിക്കുന്നത്. കാരണം ഫ്ലക്സ് വരുന്ന പ്രോബ്ലംസിലാണ് നമുക്ക് കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എഫ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഇൻറ്റു വി ആണ്, ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ആണ്.
ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്ലക്സ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുക. Now theorem 1 may be stated as follows. Theorem 1, divergence theorem of Gauss. The flux of a vector field across a closed surface with outward orientation is equal to the triple integral of the divergence over the region enclosed by the surface. The flux of a vector field across a closed surface with outward orientation is called outward flux across the surface. ഇപ്പോൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിയറം 1 നേരത്തെ പറഞ്ഞതിനകത്തിൽ നമ്മൾ ഇൻ്റഗ്രൽ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫുൾ സിമ്പിൾസിലാണ് തിയറം റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെ പിന്നെ എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താണ് നമുക്ക് ഉള്ളത്, ഫ്ലക്സ് ഇൻ്റഗ്രൽ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഡെഫിനേഷൻ സെയിം തന്നെയാണ്. ദ ഫ്ലക്സ് അല്ലേ ലെഫ്റ്റ് സൈഡിൽ കിടന്നത്, ദ ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് അക്രോസ് എ ക്ലോസ് സർഫസ് വിത്ത് ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ, അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ, അതാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ദി ഡൈവേർജൻസ്, ആ എഴുതി സിമ്പലിലുള്ളതിനെ നമ്മൾ സെൻറ്റൻസിൽ എഴുതിയെന്നേ ഉള്ളൂ ഇത്. ഓക്കെ, എക്സാമ്പിൾ 2, use the divergence theorem to find the outward flux of the vector field f bar of x is equal to 7xi minus zk across the sphere sigma x square plus y square plus z square equal to 4. ഡൈവേർജൻസ് തിയറം ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദി വെക്ടർ ഫീൽഡ് എഫ് ബാർ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 7xi minus zk across the sphere. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ദ ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് അക്രോസ് എ ക്ലോസ്ഡ് സർഫസ് വിത്ത് ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ നമ്മൾ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് വിളിക്കുക. ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ ഉള്ള ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിലാണ് നമ്മളതിനെ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഔട്ട്വേർഡ് ഫ്ലക്സ് കണ്ടുപിടിക്കണം അക്രോസ് സ്ഫിയറിലൂടെ ഉള്ളത്. അപ്പോൾ എന്ത് സാധാരണ ഫ്ലക്സ് തന്നെ ഇവിടെ അതിനെ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ 7xi minus zk ഡോട്ട് എൻ ഡി എസ്. ആൻഡ് ബൈ എക്സാമ്പിൾ 1 നമ്മൾ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 64π എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് എക്സാമ്പിൾ 3, ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എഫ് ബാർ ഈക്വൽ ടു xyi പ്ലസ് yzj പ്ലസ് xzk outward through the surface of the cube cut from the first octant by the planes x equal to 1, y equal to 1 and z equal to 1. Outward flux of f bar outward through the surface of the cube. ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എന്തിലൂടെ ഉള്ളതാണ്, നമുക്ക് ക്യൂബിലൂടെ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡൈവഫ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഡൈവഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിച്ചു. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് ഐ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈ എഫ് ഡി വി. അപ്പം നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ആ കണ്ടുപിടിക്കേണ്ടത്. ബൈ ഡൈവേർജൻസ് തിയറം നമുക്ക് എന്ത് കിട്ടി, ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈ എഫ് ഡി വി കണ്ടുപിടിച്ചാലും സെയിം തന്നെ ആയിരിക്കും, നമുക്ക് മനസ്സിലായി. വേർ സിഗ്മ ഇസ് ദി ക്യൂബ് സർഫസ് ആൻഡ് ജി ഈസ് ദി ക്യൂബ്സ് ഇൻറ്റീരിയർ. G, the cube's interior is given by the system of inequalities 0 less than or equal to x less than or equal to 1, 0 less than equal to y less than equal to 1, 0 less than equal to z less than or equal to 1. Okay. ഇപ്പോൾ ഫ്ലക്സ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈ എഫ് ഡി വി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂബാണ്. ക്യൂബിൻ്റെ ഡയമെൻഷൻസ് നോക്കിയിട്ട് എക്സ് വൈ സെഡ് റേഞ്ചാണ് എഴുതേണ്ടത്. അപ്പോൾ 0 to 1 0 to 1 0 to 1 എന്ന് കൊടുത്തു. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ്, നമുക്ക് ആൻസർ 3/2 എന്ന് കിട്ടും. ഓക്കെ, എക്സാമ്പിൾ 4, use the divergence theorem to find the outward flux of the vector field f bar of xyz equal to x cube I plus y cube j plus z square k across the surface of the region that is enclosed by the circular cylinder x square plus y square equal to 9 and the planes z equal to 0 and z equal to 2. അപ്പോൾ use the divergence theorem to find the outward flux കണ്ടുപിടിക്കുക. ഇതിൻ്റെ എഫ് ബാർ ഓഫ് ദി വെക്ടർ ഫീൽഡ് അക്രോസ് ദി സർഫസ് ഓഫ് ദി റീജിയൻ
എൻക്ലോസ്ഡ് ബൈ ദി ഒരു ഫ്ലക്സ് എഫ് ബാർ നമുക്ക് തരും, ഒരു സോളിഡ് തരും, അല്ലെങ്കിൽ ഒരു സർഫസ് തരും. ഏത് സർഫസിലൂടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത്. ആൻഡ് ദി പ്ലെയിൻസ്. ഇപ്പോൾ സിലിണ്ടറിനെ Z=0 വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സിലിണ്ടറിൻ്റെ പോർഷൻ, അതിനിടയ്ക്കുള്ള പോർഷൻ, അതാണ് നമ്മുടെ സോളിഡ്. അപ്പോൾ അതിലൂടെ ഉള്ള ഔട്ട്വേർഡ് ഫ്ലക്സാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് എഫ് ബാർ. സിഗ്മ ഡിനോട്ട് ദി ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സർഫസ് ആൻഡ് ജി ദി region that it encloses. The divergence of the vector field is phi is equal to double integral over sigma f dot n ds equal to triple integral over g. ആദ്യം നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ phi is equal to double integral over sigma f dot n ds is equal to triple integral over g. എന്താണ് ഡൈവഫ് ഡി വി എഴുതുന്നു. ഫോർമുല ആദ്യമേ എഴുതും, ഡൈവേർജൻസ് തിയറം വെച്ചിട്ടാണെന്ന് എഴുതും. എന്നിട്ട് ഈക്വൽ ടു ഡൈവഫ് നേരിട്ട് അവിടെ എഴുതിയേക്കും കേട്ടോ. ഡൈവഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∂/∂x ഓഫ് x³ അതാണ് 3x² പ്ലസ് ∂/∂y ഓഫ് y³ 3y² വരും, പ്ലസ് ∂/∂z ഓഫ് z² എന്താണ് 2z ഈക്വൽ ടു ഈ ജി എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ Z=0 Z=2 ഇടയിലുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുകയാണ്. സിലിണ്ടർ വന്നിരിക്കുന്നതുകൊണ്ട് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പം. അപ്പോൾ x=r cos θ എന്ന് കൊടുക്കുക, y=r sin θ എന്ന് കൊടുക്കുക. ഇസഡിൻ്റെ റേഞ്ച് 0 മുതൽ 2 വരെയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ 3r² cos² θ പ്ലസ് 3r² sin² θ എന്ന് പറഞ്ഞാൽ 3r² നമുക്ക് കിട്ടും, പ്ലസ് 2z ഇൻറ്റു ഡി വി എന്താ ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഡി വി എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ഡി വി ഇങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക, അതാണ് നല്ലത്. പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടതിനും. പിന്നെ ഇവിടെ നമുക്ക് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സിലിണ്ടറിൻ്റെ ആക്സിസിൽ നിന്നും നമ്മൾ എടുക്കുന്ന സിലിണ്ടറാണല്ലോ നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എന്താണ് ആറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ തന്നെ ഒരു ആക്സിസിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റുകളുടെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ സിലിണ്ടറിൻ്റെ സർഫസ് തന്നെയാണ് ആ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ റേഡിയസ് വരും ആറെന്ന് പറഞ്ഞാൽ, അപ്പോൾ 0 to 3 വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z0 to 2 ആണ്. പിന്നെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിൽ ഇവിടെ മുതൽ ഇവിടെ, അതായത് സിലിണ്ടറിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള സിലിണ്ടറിനെ നമ്മൾ വെർട്ടിക്കലല്ല ഹൊറിസോണ്ടലായിട്ട് മുറിച്ച് കഴിയുമ്പോൾ ഒരു പ്ലെയിൻ കിട്ടത്തില്ലേ, അതായത് 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിൾ പോലത്തെ ഒരു പ്ലെയിൻ കിട്ടും മുറിച്ച് കഴിയുമ്പോൾ. ആ പ്ലെയിനിലൂടെ ഉള്ള ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിലിണ്ടർ മുഴുവനും വരുന്നതുകൊണ്ട് തീറ്റ 0 മുതൽ 2π വരെ വേരി ചെയ്യണം. ഓക്കെ, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to 3. ഇനി ആദ്യം ഇസഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ആറ് കൊണ്ട് ആദ്യമേ അങ്ങ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 3r² എന്ന് കിട്ടും. പിന്നെ ഇസഡ് കൊണ്ട് നമ്മൾ ആദ്യമേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ 3r³ ഇസഡ് r³ എന്നാണ് കിട്ടുന്നത്. 3r³ ഇസഡ് പ്ലസ് z²/2 2 ക്യാൻസൽ z² ഇൻറ്റു r Z=0 to 2 dr dθ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ 0 to 2π 0 to 3. നമുക്ക് ഇസഡിന് അപ്പർ ലിമിറ്റ് 2 ആണ്, അപ്പം 6r³ പ്ലസ് ഇസഡിന് വീണ്ടും 2 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു r dr dθ എന്ന് കിട്ടും. ഓക്കെ, ഡബിൾ ഇൻ്റഗ്രൽ 0 to 2π 0 to 3 6r³ പ്ലസ് 4r dr dθ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ആറിന് 0 to 3 കൊടുക്കുമ്പോഴത്തേനും നമുക്ക് എന്താ കിട്ടുക, 6 ഇൻറ്റു r³ r⁴/4 3/2 r⁴ പ്ലസ് 4 ഇൻറ്റു ആറിൻ്റെത് r²/2 2r². ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, 0 to 3 കൊടുക്കുക,
പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ ലിമിറ്റെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ തീറ്റയിലുള്ളത് തീറ്റയ്ക്ക് 0 to 2π കൊടുക്കുക, അത്രയേ ഉള്ളൂ. 279 π ഇത് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള എക്സാമ്പിൾ നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ.